ഹായ് ഫ്രണ്ട്സ്, കോമേഴ്സ് ഗഡ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോർമൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഔപചാരിക സംഘടന എന്ന് പറഞ്ഞാൽ ഇത് ഫോം ചെയ്യുന്നത് പെർട്ടിക്കുലർ ടാസ്ക്, ഒരു പ്രത്യേക ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റ് ബോധപൂർവം ആവിഷ്കരിക്കുന്ന ഒരു സംഘടനയാണ് ഫോർമൽ ഓർഗനൈസേഷൻ. ഏതൊരു സ്ഥാപനമാണെങ്കിലും അതിന് അതിൻ്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഫോളോ ചെയ്തിട്ട് മാത്രമേ അവിടുത്തെ ജീവനക്കാർക്ക് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ. ചിലപ്പോൾ സ്ഥാപനം ഫങ്ഷണൽ സ്ട്രക്ചറോ അല്ലെങ്കിൽ ഡിവിഷണൽ സ്ട്രക്ചറോ ഫോളോ ചെയ്തിട്ടാകും പ്രവർത്തിക്കുന്നുണ്ടാവുക. ഫോർമൽ ഓർഗനൈസേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ കൃത്യമായിട്ട് എന്തൊക്കെ ജോലിയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അധികാരം, ഉത്തരവാദിത്തം, മേലുദ്യോഗസ്ഥനും കീഴുദ്യോഗസ്ഥനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇവയൊക്കെ കൃത്യമായിട്ട് നിർവചിച്ച് വെച്ചിട്ടുണ്ടാവും, ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ചെസ്റ്റർ ബെർണാർഡ് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനേഷൻ നോക്കാം. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ആളുകൾ കൂടി ചേർന്നിട്ട് ഒരു കോമൺ ഒബ്ജക്റ്റീവ്, പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി അവിടുത്തെ ആക്ടിവിറ്റീസിനെ, പ്രവർത്തനങ്ങളെയൊക്കെ ബോധപൂർവം ഏകോപിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു സിസ്റ്റത്തെയാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ. ഫസ്റ്റ് വൺ ആണ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ്. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് മാനേജ്മെൻറ്റ് ബോധപൂർവം ഉണ്ടാക്കുന്ന ഒരു സംഘടനയാണ്. അതായത് ആ സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങളൊക്കെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റ് ബോധപൂർവം ഉണ്ടാക്കുന്ന ഒരു സംഘടനയാണ് ഫോർമൽ ഓർഗനൈസേഷൻ. സെക്കൻഡ് വൺ, ക്ലിയർലി ഡിഫൈൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അവിടെ അതോറിറ്റി, അധികാരവും ഉത്തരവാദിത്തവും ഒക്കെ കൃത്യമായിട്ട് നിർണ്ണയിച്ചു വെച്ചിട്ടുണ്ടാവും. റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ റൂൾസ്, നിയമങ്ങളും ആ ഓർഗനൈസേഷൻ്റെതായ നിയമങ്ങളും നടപടികളൊക്കെ ഉണ്ടാവും. ഒഫീഷ്യൽ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് പറഞ്ഞു, അതിലുള്ള ഓരോ ലെവൽസ്, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബേസിലാവും അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, മുകളിലോട്ടും അതുപോലെ തന്നെ താഴോട്ടും സബോർഡിനേറ്റും സുപ്പീരിയേഴ്സും സബോർഡിനേറ്റും ഒക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് നടക്കുന്നുണ്ടാവുക. ലാസ്റ്റ് വൺ, എംഫസിസ് ഓൺ ജോബ്സ് ഓഫ് പൊസിഷന്. ഈ ഫോർമൽ ഓർഗനൈസേഷനിൽ പ്രധാനമായിട്ടും അവരുടെ ജീവനക്കാരുടെ വ്യക്തിബന്ധങ്ങളെക്കാളും അവിടെ ജോലിക്ക്, അവർ ചെയ്യുന്ന ജോലിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ. ഫസ്റ്റ് വൺ ആണ് ഈസി ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി. ഒരു ഫോർമൽ ഓർഗനൈസേഷനിൽ ജീവനക്കാർ എങ്ങനെയാണ് പരസ്പരം റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരുടെ ഉത്തരവാദിത്തം എന്താണെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ്, നോ ഓവർലാപ്പിംഗ് ഓഫ് വർക്ക്. ഇതിൽ പറയുന്നത് അവിടെ ഓരോ ആളുകളുടെയും ജോലി എന്താണെന്ന്, അല്ലെങ്കിൽ അധികാരം, ഉത്തരവാദിത്തം എന്തെങ്കിലും കൃത്യമായിട്ട് നിർവചിച്ചു വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു ജോലി തന്നെ ഒന്നിലധികം ആളുകൾ ചെയ്യുന്ന ഒരവസ്ഥ ഇല്ലാതാക്കാൻ കഴിയും. നെക്സ്റ്റ് വൺ, യൂണിറ്റി ഓഫ് കമാൻഡ്. ഇതിൽ പറയുന്നത് എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവചിച്ചത് കൊണ്ട് തന്നെ ആർക്ക് ആരോടൊക്കെ ഓർഡർ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ കഴിയും. നെക്സ്റ്റ്, സിസ്റ്റമാറ്റിക് വർക്കിംഗ്. ഇതിൽ പറയുന്നത് മുൻകൂട്ടി നിർണയിച്ചു വെച്ചതനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചിട്ടയായും അതുപോലെ തന്നെ ക്രമമായും ചെയ്യാൻ ഇവിടെ സാധിക്കും. ലാസ്റ്റ് വൺ, കോർഡിനേഷൻ. ഫോർമൽ ഓർഗനൈസേഷനിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു ഐക്യം കൊണ്ടുവരാൻ സാധിക്കും. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ. ഫസ്റ്റ് വൺ ആണ് ഡിലേ ഇൻ ആക്ഷൻ. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം ഉണ്ടാവും. ഒരു ഫോർമൽ ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ സ്കാലാർ ചെയിന് ബേസ് ചെയ്തിട്ടാകും കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടത്തുക. അപ്പോൾ അതുവഴി അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നോ സ്കോപ്പ് ഫോർ ക്രിയേറ്റിവിറ്റി. ഇവിടെ പ്രധാനമായിട്ടും ജോബിന് മാത്രം, അവർ ചെയ്യുന്ന ജോലിക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ക്രിയേറ്റിവിറ്റിക്കുള്ള ചാൻസ് കുറവായിരിക്കും. നെക്സ്റ്റ് വൺ, സോഷ്യൽ നീഡ്സ് ആർ നോട്ട് കൺസിഡേർഡ്. അവിടെ പ്രധാനമായിട്ട് നിയമങ്ങൾക്കും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ടുള്ള നീഡ്സ്, താല്പര്യങ്ങളോ അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ അവിടെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, എംഫസിസ് ഓൺ വർക്ക്. അവിടെ പ്രധാനമായിട്ടും വർക്ക് അല്ലെങ്കിൽ ആ ജോലി, ഓർഗനൈസേഷൻ ഗോൾ ലക്ഷ്യമാക്കിയിട്ടാണ് അവിടെ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അതായത് വ്യക്തികളുടെ താല്പര്യങ്ങളോ സാമൂഹികപരമായിട്ടുള്ള അവിടെ ആവശ്യങ്ങളൊന്നും അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.